നമസ്കാരം. നമ്മളിപ്പം നോക്കിക്കൊണ്ടിരുന്നത് 2024 നടന്ന LD ക്ലർക്ക് പരീക്ഷയുടെ ചോദ്യവും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ആദ്യത്തെ 2 തിരുവനന്തപുരം, കൊല്ലം നമ്മൾ നോക്കി. ഇന്നിപ്പം മൂന്നാമത്തെ പത്തനംതിട്ട ജില്ല, അതുപോലെ തന്നെ തൃശ്ശൂർ, കാസർഗോഡ്, ഈ 3 ജില്ലകളിലേക്ക് നടത്തിയ പരീക്ഷയുടെ ചോദ്യവും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നോക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് ആര്? വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് ആര്? ആരാണ്? സഹോദരൻ അയ്യപ്പൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നിയമലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല, അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു. ഇതിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇത് ഏതാണ് ശരി? 1ഉം 2ഉം ശരിയാണ് കേട്ടോ. ആൻസർ ഓപ്ഷൻ എ, 2ഉം ശരിയാണ്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. ഓപ്ഷൻ ഡി, മഹാരാഷ്ട്ര. സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്നിട്ടാണ് സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത്. ആൻസർ ഓപ്ഷൻ എ, CR ദാസും മോത്തിലാൽ നെഹ്റുവും. അടുത്ത ക്വസ്റ്റ്യൻ, ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. വില്യമും മേരിയും അധികാരത്തിൽ വന്നു. ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് ഇത്? ഇത് ഏത് സംഭവമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചാൽ ഗ്ലോറിയസ് റെവല്യൂഷൻ. ഓപ്ഷൻ എ, ഗ്ലോറിയസ് റെവല്യൂഷൻ. താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യം അല്ലാത്തത് ഏത്? ഏതാണ്? അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുകയാണ് ലക്ഷ്യമല്ലാത്തത്. അപ്പം ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? ലോക ജനതയുടെ ക്ഷേമം ഉറപ്പുവരുത്തുക, അന്താരാഷ്ട്ര സഹകരണത്തിന് വേദിയാകുക, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും കാത്തു സൂക്ഷിക്കുകയൊക്കെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങളാണ്. ലക്ഷ്യം അല്ലാത്തത് അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക. ഓപ്ഷൻ ഡി. പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളി ഏത്? ഏതാണ്? മാൻഡിലാണ് കേട്ടോ. ഓപ്ഷൻ ബി, മാൻഡിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏത്? പരുത്തി കൃഷിക്ക് കറുത്ത മണ്ണ്. ഓപ്ഷൻ എ, കറുത്ത മണ്ണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡെക്കാൻ ഡ്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്നതിൽ ഏത് പ്രസ്താവനയാണ് ശരിയായി വിവരിക്കുന്നത്? ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിന്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നി പ്രവിശ്യയാണ് ഏതെന്ന് പറയുന്നത്? ഡെക്കാൻ ഡ്രാപ്പ്. ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിന്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നി പ്രവിശ്യ. ഓപ്ഷൻ ബി. ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്? ഓസോൺ പാളി എവിടെയാണുള്ളത്? സ്ട്രാറ്റോസ്ഫിയർ. ഓപ്ഷൻ ഡി, സ്ട്രാറ്റോസ്ഫിയർ. കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്നതും ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെന്റിന്റെ ഉത്പാദനത്തെ പിന്തുണയ്ക്കുന്നതുമായ ധാതു ഏത്? ഏതാണ് കേരളത്തിൽ കാണപ്പെടുന്നത്? ഇൽമനൈറ്റ്. ഓപ്ഷൻ സി, ഇൽമനൈറ്റ്. നെക്സ്റ്റ്, സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനം എന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഏതാണ് ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ സംസ്ഥാനം? കർണാടക. ഓപ്ഷൻ എ, കർണാടക. ഇന്ത്യയിൽ 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951. ഓപ്ഷൻ ഡി. നീതി ആയോഗ് സ്ഥാപിതമായ വർഷം? നീതി ആയോഗ് വന്നത് 2015. ഓപ്ഷൻ ബി, 2015. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? സാമ്പത്തിക വളർച്ച, സാമൂഹിക സമത്വവും സ്വയം പര്യാപ്തതയും, ആധുനികവൽക്കരണം. മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം. ഏതാണ്? മുകളിൽ കൊടുത്തിരിക്കുന്നവ എല്ലാം ശരിയാണ്. ഓക്കെ. ഓപ്ഷൻ ഡി, മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം.
അടുത്തത്, ഇന്ത്യയിൽ GDP കണക്കാക്കുന്നത് ആരാണ്? ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ആൻസർ ഇല്ല. നമ്മൾ PSCയുടെ ഫൈനൽ കീ വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം അതിനകത്ത് ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെൻറ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേര് ഡിജിറ്റൽ ഇന്ത്യ. ഏതാണ്? ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെൻറ് തുടങ്ങിയ പദ്ധതിയാണ് ഡിജിറ്റൽ ഇന്ത്യ. ഓപ്ഷൻ ബി. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാ? ഡോക്ടർ MS സ്വാമിനാഥൻ. ഓപ്ഷൻ എ. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ, ഈ പരീക്ഷ നടക്കുന്ന സമയത്താണ് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ സുമൻ ബെറി. ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഫസ്റ്റ് വൺ, സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. ഇത് ശരിയാണല്ലോ. സമത്വം, സാഹോദര്യം എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. ശരിയാണോ? അല്ല. അഖണ്ഡത എന്ന പദം കൂട്ടിച്ചേർത്തു. നമുക്കറിയാം 42ാം ഭേദഗതി പ്രകാരം സോഷ്യലിസ്റ്റ്, സെക്യുലർ, അഖണ്ഡത ഇത് മൂന്നും കൂട്ടിച്ചേർത്താണ്. അപ്പോൾ ആൻസർ 1ഉം 3ഉം മാത്രം. ഓപ്ഷൻ ബി. താഴെ പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തത് ആര്? രാജ്കുമാരി അമൃത് കൗർ, അമ്മുക്കുട്ടി സ്വാമിനാഥൻ, അക്കാമ ചെറിയൻ, രേണുക റോയ്. ആരാണ് അതിനകത്ത് അംഗമല്ലാതിരുന്നത്? അക്കാമ ചെറിയാൻ. ഓപ്ഷൻ സി. കൂടുതൽ അധികാരത്തോടു കൂടിയ കേന്ദ്ര ഗവൺമെൻറ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെട്ടതാണ്? ഫെഡറലിസം എന്ന് പറയുന്നത് കനേഡിയൻ ഭരണഘടന, കാനഡയിൽ നിന്നാണ് കേട്ടോ. ഓപ്ഷൻ ബി, കാനഡ. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഫസ്റ്റ് വൺ, രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട MPമാർക്കെല്ലാം വോട്ടവകാശം ലഭിക്കുന്നു. സെക്കൻഡ് വൺ, ലോകസഭയിലെ മുഴുവൻ MPമാർക്കും വോട്ടവകാശം ലഭിക്കുന്നു. രാജ്യസഭയിലെ മുഴുവൻ MPമാർക്കും വോട്ടവകാശം ലഭിക്കുന്നു. ഏതാണ് ശരി? ഇത് ഒന്നും ശരിയല്ല. ഇവയൊന്നും ശരിയല്ല. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെക്കുറിച്ച് പറയുന്നതിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏത്? സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിരിക്കുന്നത് കൃഷി, വനം, വ്യാപാരം, വാണിജ്യം, പൊതുജനാരോഗ്യം. അപ്പോൾ ഏതാണ് സംസ്ഥാന ലിസ്റ്റിൽ പെടാത്തത്? വനം. ഓപ്ഷൻ ബി. അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് എത്ര വർഷത്തേക്കാണ്? എത്ര വർഷത്തേക്കാ? 4 വർഷത്തേക്ക്. നമ്മുടെ രാജ്യത്ത് 5 വർഷമാണ്, അമേരിക്കയിൽ 4 വർഷത്തേക്ക്. ഓപ്ഷൻ സി. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടൻസ് ഏത് രാജ്യക്കാരനാണ്? അന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? പോർച്ചുഗലുകാരനാണ്. ഓപ്ഷൻ ഡി, പോർച്ചുഗൽ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. ശരിയാണല്ലോ. നിലവിലെ അംഗസംഖ്യ 9 അല്ല. ഉപാധ്യക്ഷൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. ഏതാ ശരിയായിട്ടുള്ളത്? 1 മാത്രമേ ശരിയായിട്ടുള്ളൂ. ഓപ്ഷൻ സി. അടുത്തത്, കാലക്രമത്തിൽ എഴുതുക. തന്നിരിക്കുന്നത് കൊച്ചി കുടിയാന്മാ നിയമം, മലബാർ കുടിയാന്മാ നിയമം, പണ്ടാരപ്പാട്ട വിളംബരം, കേരള സ്റ്റേറ്റ് ഓഫ് ഏവിയേഷൻ പ്രോസസിംഗ് ആക്ട്. 4 തന്നിരിക്കുന്നത്. അപ്പം കാലഗണനാക്രമത്തിൽ എഴുതുമ്പം ആദ്യം വരുന്നത് പണ്ടാരപ്പാട്ട വിളംബരമാണ്, രണ്ടാമത് വരുന്നത് കൊച്ചി കുടിയാന്മാ നിയമം, മൂന്നാമത് വരുന്നത് മലബാർ കുടിയാന്മാ നിയമം, നാലാമത് വരുന്നത് കേരള സ്റ്റേറ്റ് ഓഫ് ഏവിയേഷൻ പ്രൊസീഡിങ്സ് ആൻഡ് ആക്ട്. ഏതാണ്? ഓപ്ഷൻ എ. 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമത്തിലെ വകുപ്പുകളും അനുബന്ധ വ്യവസ്ഥകളും കണ്ടെത്തുക.
ഇതിൻ്റെ ആൻസർ വരുന്നത് വായിക്കാം. എന്ന് പറയുന്നത് വകുപ്പ് 2. മുതിർന്ന പൗരന്മാർ വകുപ്പ് 2 തന്നിട്ടുണ്ട്, 19 തന്നിട്ടുണ്ട്, 15 തന്നിട്ടുണ്ട്, 21 തന്നിട്ടുണ്ട്. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായുള്ള പ്രചരണം, ബോധവൽക്കരണം മുതലായവയ്ക്ക് വേണ്ടിയുള്ള നടപടികൾ. മുതിർന്ന പൗരന്മാർ എന്നാൽ 60 വയസ്സ് തികഞ്ഞതോ അതിനു മുകളിൽ പ്രായമുള്ളതോ ആയ ഇന്ത്യൻ പൗരന്മാർ. വാർദ്ധക്യകാല ഗൃഹങ്ങൾ സ്ഥാപിക്കൽ, അപ്പലേറ്റ് ട്രൈബ്യൂണൽ രൂപീകരണം. ഏതാണ്? വകുപ്പ് 2 എന്ന് പറയുന്നത് ഏതാണ്? മുതിർന്ന പൗരന്മാർ എന്നാൽ 60 വയസ്സ് തികഞ്ഞതോ അതിനു മുകളിൽ പ്രായമുള്ളതോ ആയ ഇന്ത്യൻ പൗരന്മാർ. അത് ബി എന്ന് പറയുന്നത് 19 ഏതാണ്? വാർദ്ധക്യകാല ഗൃഹങ്ങൾ സ്ഥാപിക്കൽ. വകുപ്പ് 15 അപ്പലേറ്റ് ട്രൈബ്യൂണൽ രൂപീകരണം. വകുപ്പ് 21 മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായുള്ള പ്രചരണം, ബോധവൽക്കരണം മുതലായവയ്ക്ക് വേണ്ടിയുള്ള നടപടികൾ. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ഫസ്റ്റ് വൺ, കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയത് ഇടുക്കി, കാസർഗോഡ് ജില്ലകളിലാണ്. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാനുള്ള ചുമതല ഗ്രാമപഞ്ചായത്തുകൾക്കാണ്. തേർഡ് വൺ, തൊഴിലുറപ്പ് പദ്ധതിയുടെ മാതൃകയിൽ കേരളത്തിലെ നഗരസഭകളിലും കോർപ്പറേഷനുകളിലും നടപ്പിലാക്കിയ പദ്ധതിയാണ് അയ്യങ്കാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതി. ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് 1 ഉം 3 ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥർക്ക് എതിരെയുള്ള ശിക്ഷണ നടപടികളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എവിടെയാണ്? ആൻസർ കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് 1960 ഭാഗം 5 പറയുന്നത്. സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥർക്ക് എതിരെയുള്ള ശിക്ഷണ നടപടികളെ കുറിച്ച് പറയുന്നത് കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് 1960 ഭാഗം 5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതിയാണ് മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. ഓപ്ഷൻ ബി. 2024 കേരള ബജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്? ആരുടെയാണ്? പട്ടികവർഗ വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായിട്ടുള്ളതാണ് ഉന്നതി മിഷൻ. ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? മെലാട്ടോണിൻ ആണ് കേട്ടോ. മെലാട്ടോണിൻ. ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ 3 എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെയാണ്? 3 എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്: ഇൻഡോ ബർമ, വടക്കുകിഴക്കൻ ഹിമാലയം, പശ്ചിമഘട്ടം. 3 ഏതൊക്കെയാണ്? ഇൻഡോ ബർമ, വടക്കുകിഴക്കൻ ഹിമാലയം, പശ്ചിമഘട്ടം. ഓപ്ഷൻ ഡി. താഴെ പറയുന്നവയിൽ ജീവകം സിയുടെ പ്രസ്താവന അല്ലാത്തത് ഏതാണെന്ന് നോക്കാം. പാൽമുട്ട എന്നിവയിൽ കാണുന്നു. ആൻറ്റി ക്യാൻസർ വിറ്റാമിൻ, യുവത്വം നിലനിർത്തുന്നു, രോഗപ്രതിരോധ ശേഷി, മോണയുടെ ആരോഗ്യം എന്നിവ പ്രദാനം ചെയ്യുന്നു. ഇത് വിറ്റാമിൻ സി പാൽമുട്ട എന്നിവയിൽ കാണുന്നു എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ എ. വർണ്ണാന്തതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ, പൈലറ്റ് മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കാറില്ല. കാരണം എന്ത്? വർണ്ണാന്തത ഉള്ളവരെ. എന്താ കാരണം? കോൺകോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പ്, പച്ച എന്നീ നിറങ്ങൾ വേർതിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ടാണ് വർണ്ണാന്തതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവിംഗ് അതുപോലെ പൈലറ്റ് മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കാത്തത്. ആൻസർ ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം EEG. ഓപ്ഷൻ സി. താഴെ തന്നിരിക്കുന്നവയിൽ ടൈപ്പ് 2 പ്രമേഹത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന എന്ത്?
ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണം. പൊണ്ണത്തടിയും ജീൻ തകരാറും ഈ രോഗത്തിന് കാരണമാകുന്നു. ആഹാരവും നിയന്ത്രണവും വ്യായാമവും ആവശ്യമെങ്കിൽ മരുന്നുകൾ വഴിയും ഈ രോഗാവസ്ഥ നിയന്ത്രിക്കാം. ഏതാണ്? മുകളിൽ പറഞ്ഞവയെല്ലാം തെറ്റാണ്. ടൈപ്പ് 2 ആണ് ചോദിച്ചിരിക്കുന്നത്. മുകളിൽ പറഞ്ഞിരിക്കുന്നവയെല്ലാം തെറ്റാണ്. കോവിഷീൽഡ് എന്ന കോവിഡ്-19 വാക്സിൻ വിപണിയിൽ നിന്നും പിൻവലിച്ചു. ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനി ഏതാണ്? ആസ്ട്രാസെനെക്ക. ഓപ്ഷൻ ബി. വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് 2024 മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ 30 ഏക്കർ പുൽമേട് അനുവദിച്ചത്? വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ്? ഏത് ജീവിയാണ്? പോളോ പോണി. ഓപ്ഷൻ സി. ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് സ്ഥിതികോർജം. ഓപ്ഷൻ സി. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 40 സെന്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്രയായിരിക്കും? 20 സെന്റിമീറ്റർ. ഒരു ഹൈഡ്രോളിക് ജാക്കിന്റെ പ്രവർത്തനം ഡാഷ് നിയമത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഹൈഡ്രോളിക് ജാക്ക് പാസ്കൽ നിയമം. ഓപ്ഷൻ ബി. നെക്സ്റ്റ്, ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത് എന്താണ്? കഴിഞ്ഞ കൊല്ലം തോന്നുന്നു സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത് പ്രഗ്യാൻ. ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥ ഏതാണ്? ഖരദ്രാവകം, വാതകം, പ്ലാസ്മ കഴിഞ്ഞിട്ട് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. 5ാമത്തെ അവസ്ഥ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഓപ്ഷൻ സി. നെക്സ്റ്റ്, ഗൺ മെറ്റലിൽ അടങ്ങിയിട്ടുള്ള ലോഹങ്ങൾ. ഗൺ മെറ്റലിനകത്ത് ഏതൊക്കെയാ ഉള്ളത്? കോപ്പർ, ടിൻ, സിങ്ക്. ഓപ്ഷൻ ബി. കോപ്പർ, ടിൻ, സിങ്ക്. ഇത് 3 അടങ്ങിയതാണ് ഗൺ മെറ്റൽ. നെക്സ്റ്റ്, ഉരുളക്കിഴങ്ങ് പോലെയുള്ള വിളകൾക്ക് അനുയോജ്യമായ മണ്ണിന്റെ pH എത്രയാണ്? ഉരുളക്കിഴങ്ങ് പോലെയുള്ളവയ്ക്ക് അനുയോജ്യമായത് 5 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണം. ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണമാണ് ടേബിൾ സാൾട്ട്. നെക്സ്റ്റ്, ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയാണ് 2023 കണ്ടെത്തിയത്? ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയാണ്? ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ്. ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ് ആണ് 2023 കണ്ടെത്തിയ ദ്രവ്യത്തിന്റെ അവസ്ഥ. നെക്സ്റ്റ്, ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന മൂലകം ഏതാണ് ഇലക്ട്രിക് കാറുകളിലുള്ളത്? ലിഥിയം ബാറ്ററി. ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. മിടുക്കർ കൈരണ്ടും ചേർത്ത് കൊട്ടിയാൽ നഗരങ്ങൾ തകർന്നേക്കും, മടിയന്മാർ മടിയരോട് കൈകോർക്കുമ്പോൾ കാലം അട്ടിമറിയും. ഫസ്റ്റ് വൺ, അറ്റമില്ലാതെഴുന്ന ഭൂമിക്കുമേൽ ഒറ്റഞ്ഞാണായി വലിഞ്ഞു മുറുകി ഞാൻ. സെക്കൻഡ് വൺ, റെയിൽ വക്കത്തു നിന്നൊന്നേ രണ്ടെന്നെണ്ണുന്ന കുട്ടിയിൽ അവസാനത്തെ ഭൂതത്തിൽ ആനന്ദം പുഞ്ചിരിച്ചിടും. അവരോരോരുത്തരുടെയും ജീവിതങ്ങളുടെ ആകത്തുകയും ജീവിച്ചിരിക്കുന്ന കുട്ടികൾ കണ്ടുകൂട്ടുന്ന കനവുകളുടെ ആകത്തുകയും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നതാണ് നക്ഷത്രങ്ങളുടെ കിറുകൃത്യമായ എണ്ണം. ഇത് ചേരുംപടി ചേർക്കാനാണ്. നമ്മൾ കൂടുതൽ കേട്ടിട്ടില്ലാത്ത സ്റ്റേറ്റ്മെൻ്റ് ആണിത്. ഫസ്റ്റ് വൺ ഏതാണ്? മിടുക്കന്മാർ കൈരണ്ടും ചേർത്ത് കൊട്ടിയാൽ. അത് PN ഗോപികൃഷ്ണനാണ് കേട്ടോ. PN ഗോപികൃഷ്ണൻ. രണ്ടാമത്തെ, അറ്റമില്ലാതെഴുന്ന ഭൂമിക്കുമേൽ ഒറ്റഞ്ഞാണായി വലിഞ്ഞു മുറുകി ഞാൻ എന്നുള്ളത് അനിത തമ്പി. റെയിൽ വക്കത്ത് നിന്നുള്ള സ്റ്റേറ്റ്മെന്റ് P. രാമൻ.
നാലാമത്തത് അവരോരോരുത്തരുടെയും ജീവിതങ്ങളുടെ ആകത്തുകയും ജീവിച്ചിരിക്കുന്ന കുട്ടികൾ കണ്ടുകൂട്ടുന്നത്. അത് പറഞ്ഞത് അസീം താനിമൂട്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ്, ഇരയിമ്മൻ തമ്മിയുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരാസ്വയംവരം, കീചകവധം, ദക്ഷയാഗം, തോരണ യുദ്ധം. ഏതാണ്? തോരണ യുദ്ധമാണ് ഇരയിമ്മൻ തമ്മിയുടെ ആട്ടക്കഥയിൽ ഉൾപ്പെടാത്തത്. നെക്സ്റ്റ്, ചേരുംപടി ചേർക്കുക. ഇറാനിമോസ്, പീലിപ്പോസ്, ഉണ്ണിച്ചെക്കൻ, വാവച്ചൻ. ഇത് ഏത് കഥാപാത്രങ്ങളാണ്? കൃതിയിലെ കഥാപാത്രങ്ങൾ നിന്നാണെന്നാണ് ചേരുംപടി ചേർക്കേണ്ടത്. ഫസ്റ്റ് വൺ ഇറാനിമോസ്. ഇറാനിമോസ് എന്ന് പറയുന്നത് കരിക്കോട്ടക്കരി എന്ന് പറയുന്നതിനകത്തെയാണ്. പീലിപ്പോസ് എന്ന് പറയുന്നത് അടി. ഉണ്ണിച്ചെക്കൻ അടിയാള പ്രേതം. വാവച്ചൻ മീശ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മുസിരീസ് പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് ഏതാണ്? ചേരമാൻ ജുമാ മസ്ജിദ്, പാലിയം കോവിലകം, സഹോദരൻ അയ്യപ്പൻ ഭവനം, സെന്റ് ഫ്രാൻസിസ് പള്ളി, ഫോർട്ട് കൊച്ചി. മുസിരീസ് പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് സെന്റ് ഫ്രാൻസിസ് പള്ളിയും ഫോർട്ട് കൊച്ചിയുമാണ്. ഓപ്ഷൻ ഡി. ധ്യാൻചന്ദ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. മികച്ച ക്രിക്കറ്റർക്കുള്ള പുരസ്കാരം. ശരിയാണോ തെറ്റാണ്? ഗുസ്തി താരമായ ധ്യാൻചന്ദ് ഗുസ്തി താരമായിരുന്നോ? അല്ല. ധ്യാൻചന്ദിന്റെ പേരിൽ നൽകുന്ന പുരസ്കാരം. മികച്ച കായിക പരിശീലകർക്ക് നൽകുന്ന പുരസ്കാരം. അതും ശരിയാണോ? അല്ല. KM ബീനാമോൾ, അഞ്ജു ബോബി ജോർജ്, PR ശ്രീജേഷ് തുടങ്ങിയ മലയാളികൾ ധ്യാൻചന്ദ് പുരസ്കാരം നേടിയിട്ടുണ്ട്. ഇതും ശരിയാണോ? അല്ല. എല്ലാം തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ്. എല്ലാം തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സർക്കാർ അവതരിപ്പിക്കുന്ന ജീവാനന്ദം പദ്ധതി സംബന്ധിച്ച ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ജീവാനന്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ജീവാനന്ദം പദ്ധതി. എന്താണ് ജീവാനന്ദം എന്ന് പറഞ്ഞാൽ? സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ജീവാനന്ദം പദ്ധതി. നെക്സ്റ്റ്, ആരോഗ്യകിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധി എത്രയാണ്? ആരോഗ്യകിരണം എന്ന് പറഞ്ഞാൽ 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളാണ് ആരോഗ്യകിരണം പദ്ധതിയുടെ ഉപഭോക്താക്കൾ. ഓപ്ഷൻ ബി. ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയം ഏതാണ്? ഏറ്റവും വേഗം കൂടിയ ട്രാൻസ്മിഷൻ മീഡിയം ഒപ്റ്റിക്കൽ ഫൈബർ കേബിളാണ്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളാണ് ഏറ്റവും വേഗം കൂടിയ ട്രാൻസ്മിഷൻ മീഡിയം. ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചാൽ മായ OS ആണ് കേട്ടോ. മായ OS. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ ക്ലൗഡ് അടിസ്ഥാനമാക്കിയുള്ള സിസ്റ്റം ഏതെല്ലാമാണ്? ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ക്ലൗഡ് ആയിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്തായാലും ഡിലീറ്റഡ് ആണ്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം. ഒപ്റ്റിക്കൽ സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ ഏതാണ്? CD, DVD, ബ്ലൂറേ ഡിസ്ക് അങ്ങനെ പോകുന്നത്. അതിനകത്ത് ഏതാ ഉള്ളത്? ബ്ലൂറേ ഡിസ്ക് ആണ് ഒപ്റ്റിക്കൽ സ്റ്റോറേജിന് എക്സാമ്പിൾ. ഓപ്ഷൻ എ. ഇമെയിലിൻ്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഇമെയിൽ മുഖാന്തരം ചിത്രങ്ങൾ, ഓഡിയോ, വീഡിയോ മുതലായവ അയക്കാവുന്നതാണ്. ശരിയാണ്. പേപ്പർ ഉപയോഗിക്കാത്തത് കാരണം ഈ മെയിൽ പരിസ്ഥിതി സൗഹാർദ്ദമാണ്. അതും ശരിയാണ്. ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കുന്നില്ല. ഇത് തെറ്റാണ്. വൈറസ് വ്യാപനം നടക്കുന്നുണ്ട്. ഇമെയിൽ മുഖാന്തരം ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് ഒരേ സമയം മെസ്സേജ് അയക്കാവുന്നതാണ്. അതും ശരിയാണ്. ഏതാണ് തെറ്റ്? ഓപ്ഷൻ സി. ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കുന്നില്ല എന്നുള്ളതാണ് തെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോക്സോ നിയമം നിലവിൽ വന്നത്. പോക്സോ എന്നാണ് വന്നത്?
2012 ഓപ്ഷൻ ഡി. നെക്സ്റ്റ്, ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 കീഴിൽ സ്ഥാപിതമായ ബോഡികൾ ഏതൊക്കെയാണ്? ഏതാണ്? ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ് രൂപീകൃതമായത്. ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഓപ്ഷൻ ബി. ഗാർഹിക പീഡനങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമത്തിന് കീഴിൽ ഒരു പീഡനത്തിനിരയായ ഒരാൾക്ക് എന്ത് തരത്തിലുള്ള ആശ്വാസം തേടാനാകും? ഏതാണ്? സംരക്ഷണ ഉത്തരവുകൾ, താമസ ഉത്തരവുകൾ, പണ ആശ്വാസം, മുകളിൽ പറഞ്ഞവയെല്ലാം ആണ് കേട്ടോ. എന്താണ്? ഗാർഹിക പീഡനങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമത്തിന് കീഴിൽ ഒരു പീഡനത്തിനിരയായ ഒരാൾക്ക് ഏത് തരത്തിലുള്ള ആശ്വാസം തേടാനാകും ചോദിച്ചാൽ സംരക്ഷണ ഉത്തരവുകളും താമസ ഉത്തരവുകളും പണ ആശ്വാസം, അതായത് മുകളിൽ പറഞ്ഞവയെല്ലാം. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമപ്രകാരം സംരക്ഷണ ഉത്തരവ് ലംഘിക്കുന്നതിനുള്ള പരമാവധി ശിക്ഷ എന്താണ്? പരമാവധി ശിക്ഷ എന്ന് വെച്ചാൽ 1 വർഷം വരെ തടവോ 20,000 വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും, അതാണ് ശിക്ഷ. നെക്സ്റ്റ്, NHRC നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങൾ ഉൾക്കൊള്ളുന്നു? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ എത്ര അംഗങ്ങളാണ് ഉൾക്കൊള്ളുന്നത്? 6 അംഗങ്ങളാണ് കേട്ടോ. ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങൾ ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ വെളിപ്പെടുത്തിയാൽ അത് നിഷേധിക്കാവുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ വനിതാ കമ്മീഷൻ അതിൻ്റെ വാർഷിക റിപ്പോർട്ട് ഏത് ബോഡിക്കാണ് സമർപ്പിക്കേണ്ടത്? വനിതാ കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് കേന്ദ്ര സർക്കാരിനാണ്. ഓപ്ഷൻ സി, കേന്ദ്ര സർക്കാർ. നെക്സ്റ്റ് മാത്സ് ആണ്. മാത്സ് വേറെ ചെയ്തിടാമേ. മാത്സ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിടാം. ഇപ്പം ആൻസർ മാത്രം പറഞ്ഞു പോവാം. k+1/k-2 = 0. k greater than 0 ആയാൽ k⁻29 + 1/k⁻29 - 2ന്റെ വില എന്താകും? ആൻസർ 0. 16 / 4 = 74. 35 / 7 = 85. 55 / 5 = 1011 ആയാൽ 49 / 7 എത്രയാ? ആൻസർ 137. ഓപ്ഷൻ ബി. x-1/x = 1/2 ആയാൽ x ≠ 0 ആണ് കണ്ടീഷൻ. എന്തായിരിക്കും 4x⁴ + 4/x²ന്റെ വില? ആൻസർ ഓപ്ഷൻ എ 9. ഒരു വൃത്തത്തിന്റെ ആരം 50% വർദ്ധിപ്പിച്ചാൽ വിസ്തീർണത്തിൽ എത്ര ശതമാനം വർധനവ് ഉണ്ടാകും? എത്ര ശതമാനമായിരിക്കും? r² അല്ലേ? 125%. ഓപ്ഷൻ ബി. നെക്സ്റ്റ്, രാവിലെ 10 മണിക്കും ഉച്ചയ്ക്ക് 1 മണിക്കും ഇടയിൽ എത്ര തവണ മണിക്കൂർ മിനിറ്റ് സൂചികൾ 150 ഡിഗ്രി ആകും? എത്ര തവണയാണ്? 3 തവണ. 10 വർഷം കൊണ്ട് ഒരു നിക്ഷേപം ഇരട്ടി ആകണമെങ്കിൽ സാധാരണ പലിശ നിരക്ക് എത്രയാണ്? 10% സാധാരണ പലിശ നിരക്ക്. ഓപ്ഷൻ സി. 2000 ജനുവരി 1 ശനിയാഴ്ചയാണെങ്കിൽ 2006 ജനുവരി 1 ഏത് ദിവസമായിരിക്കും? ആൻസർ ഓപ്ഷൻ ഡി, ഞായർ. ശ്രേണി പൂർത്തിയാക്കാനുള്ളതാണ്. YEB WFD UHG SKI. നെക്സ്റ്റ് വരുന്നത് QOL. ഓപ്ഷൻ സി. നെക്സ്റ്റ്, ഒറ്റയാനെ കണ്ടെത്താനാണ്. ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സമാന്തര ശ്രേണിയിൽ, അതായത് അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ 7ാം പദത്തിൻ്റെ 7 മടങ്ങ് അതിൻ്റെ തന്നെ 11ാം പദത്തിൻ്റെ 11 മടങ്ങിന് തുല്യമാണ് എങ്കിൽ ആ ശ്രേണിയുടെ 18ാമത്തെ പദം എത്രയാ? തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് ആൻസർ ഇല്ല. ഓക്കെ, ഇനി ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷും മലയാളം നമുക്ക് വേറെ ചെയ്യാം. താങ്ക് യു.